2024 നീറ്റിന്റെ റിസൾട്ട് ഓൾറെഡി വന്നു കഴിഞ്ഞു. സോ ഇനി നമ്മൾ സ്റ്റുഡൻസ് ഒക്കെ വെയിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൗൺസിലിങ്ങിന് വേണ്ടിയാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ കൗൺസിലിംഗ് എന്തൊക്കെ മെത്തേഡ്സിലാണ് നടക്കുന്നത്, ദെൻ കൗൺസിലിങ്ങിന് മുമ്പായിട്ട് സ്റ്റുഡൻസ് അറിഞ്ഞിരിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇത്തവണത്തെ നീറ്റ് ടോട്ടലി ഒരു കോൺട്രവേഴ്സി നിറഞ്ഞതായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ബിക്കോസ് വൺസ് റിസൾട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷവും നീറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു, കേസ് കോടതിയിൽ വരികയും അതിനുശേഷം ഒരുപാട് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായതിനു ശേഷം അവസാനമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഫൈനൽ റിസൾട്ട് വന്നു. സോ എന്തായാലും എല്ലാ പ്രോബ്ലംസും ഇപ്പോൾ സോർട്ട് ഔട്ട് ആയി. ഉടനെ തന്നെ എന്ത് ചെയ്യും, കൗൺസിലിംഗുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻസ് വരികയും ചെയ്യും. സോ അതിന് മുമ്പായിട്ട് സ്റ്റുഡൻസ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. നമ്മൾ നീറ്റിന്റെ കൗൺസിലിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് കൗൺസിലിംഗ് രണ്ട് മെത്തേഡ്സ് ആയിട്ടാണ് നടക്കുന്നത്. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ്, അതായത് ഓൾ ഇന്ത്യ കോട്ടയിൽ സെൻട്രൽ ഗവൺമെന്റ് നേരിട്ട് നടത്തുന്ന കൗൺസിലിംഗും ഉണ്ട്. അത് കൂടാണ്ട് അതത് സ്റ്റേറ്റുകൾ നടത്തുന്ന കൗൺസിലിംഗും ഉണ്ട്. സോ ഈ രണ്ട് കൗൺസിലിംഗ് ബോഡിയും സെപ്പറേറ്റ് ആയിട്ടാണ് തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതുണ്ട്. അത് കൂടാണ്ട് അതത് സ്റ്റേറ്റുകൾക്ക് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ കൗൺസിലിംഗ് നടത്തുന്നതെന്ന് പറഞ്ഞാൽ മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയാണ്, നമ്മൾ MCC എന്ന് പറയും. സോ മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയുടെ വെബ്സൈറ്റിലാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന ടോട്ടൽ ആയിട്ടുള്ള സീറ്റ്സിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ളത്. ഇനി ഈ ഒരു MCCയുടെ അണ്ടറിൽ എന്തൊക്കെ സീറ്റ്സ് ആണ് വരുന്നത്, ഏതൊക്കെ കോഴ്സിനുള്ള സീറ്റാണ് വരുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. MCCയുടെ അണ്ടറിൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MBBS അത് കൂടാണ്ട് പിന്നെ BDS ആണ് MCCയുടെ അണ്ടറിൽ വരുന്നത്. ഓക്കെ, ഇതില് ടോട്ടൽ ആയിട്ടുള്ള സീറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ ഗവൺമെന്റ് മെഡിക്കൽ കോളേജസിലെയും 15% സീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഓൾ ഇന്ത്യ കോട്ടയുടെ അണ്ടറിലാണ് വരുന്നത്. സോ ഇപ്പൊ നമ്മൾ കേരളത്തിലുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജസ് എടുത്താലോ അല്ലെങ്കിൽ തമിഴ്നാടുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജസോ കർണാടകയിലോ ഏത് സ്റ്റേറ്റിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ എടുത്താലും എല്ലാ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലെയും 15% സീറ്റ് കൗൺസിലിംഗ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MCCയുടെ അണ്ടറിലാണ് കൗൺസിലിംഗ് നടത്തുന്നത്. സോ ഈ ഒരു സീറ്റിനകത്തോട്ട് നമുക്ക് അഡ്മിഷൻ വേണമെങ്കിൽ എന്ത് വേണം, നമ്മൾ MCCക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിന്റെ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, നമുക്ക് MCCയുടെ അണ്ടറിൽ നമുക്ക് ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള കോളേജസ് മാത്രമല്ല വരുന്നത്, അത് കൂടാണ്ട് പ്രൈവറ്റ് സെക്ടറിലുള്ള കോളേജസും വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പ്രൈവറ്റ് സെക്ടറിലോട്ട് പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീംഡ് യൂണിവേഴ്സിറ്റികളും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും. സോ എന്താണ് ഡീംഡ് യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ എന്താണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ എന്നുള്ളൊരു കാര്യത്തിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ? ഇപ്പൊ നമ്മുടെ കൽപ്പിത സർവകലാശാലകളും അത് കൂടാണ്ട് എന്താണ് പ്രൈവറ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളും. ഇപ്പൊ നമ്മൾ കേരളത്തിലാണ് എങ്കിൽ അമൃത എന്ന് പറയുന്നത് എന്താണ്, ഒരു കൽപ്പിത സർവകലാശാലയാണ് അല്ലെ, അവരുടെ ഡിസിഷൻസ് എല്ലാം അവർ തന്നെയാണ് എടുക്കുന്നത്. ഇനി നമ്മൾ തമിഴ്നാട്ടിലോട്ട് പോകുന്ന സമയത്ത് വിനായക മിഷൻ യൂണിവേഴ്സിറ്റി, SRM യൂണിവേഴ്സിറ്റി, സോ അത്തരത്തിലുള്ള ഓൺ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡീംഡ് യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്നത്. അത് കൂടാണ്ട് നമ്മൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ UP നമുക്ക് തീർത്ഥാക്കിർ മഹാവീർ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി ഉണ്ട്, അതൊക്കെ ഡീംഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളാണ്. സോ ഡീംഡ് യൂണിവേഴ്സിറ്റികളും അത് കൂടാണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലെയും 100% സീറ്റ് 100% സീറ്റും കൗൺസിലിംഗ് ചെയ്യുന്നത് എന്താണ്, MCC വഴിയാണ് ചെയ്യുന്നത്. ഈ ടോട്ടൽ ആയിട്ടുള്ള സീറ്റിന്റെ 15% എന്ന് പറയുന്നത് NRI കോട്ടയും 15% NRI കോട്ടയും അത് കൂടാണ്ട് എന്താണ് 85% എന്ന് പറയുന്നത് ഓപ്പൺ മെറിറ്റും ആണ്. ഓക്കെ, 85% ഓപ്പൺ മെറിറ്റും ആണ്. ഇതില് ഈ ഒരു കോളേജസിന്റെ ഫീസിന്റെ ക്രൈറ്റീരിയ നമ്മൾ നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു മിനിമം ഫീസ്, നമ്മൾ ഏത് കോളേജസ് എടുത്താലും മിനിമം ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 12 ലക്ഷം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോളേജസ് ആണുള്ളത്. ബിലോ 12 lakh ഉള്ള കോളേജുകൾ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് അപ് ടു മാക്സിമം ഫീസ് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം വർഷം 25 ലക്ഷം രൂപ വരെയൊക്കെ ഫീസ് ഈടാക്കുന്ന കോളേജസും ഉണ്ട്. നമ്മൾ സൗത്ത് ഇന്ത്യയിലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ കേരള, കർണാടക, തമിഴ്നാട് ഉള്ള സ്റ്റേറ്റുകൾ നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു 17 to 18 lakhs താഴെ 17-18 ലക്ഷം രൂപയ്ക്ക് താഴെ ഡീംഡ് യൂണിവേഴ്സിറ്റികളിലോ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലോ ഫീസ് ഉള്ള കോളേജസ് വളരെ വളരെ കുറവാണ്. അതായത് ഈ പറയുന്ന യൂണിവേഴ്സിറ്റികളിൽ കൗൺസിലിംഗ് നടത്തുന്നത് ഗവൺമെന്റ് ആണ് എങ്കിൽ ഫീസ് എന്താണ്, വളരെ വളരെ കൂടുതലാണ്. സോ ഇതാണ് നമ്മുടെ പ്രൈവറ്റ് സെക്ടറിൽ MCC കൗൺസിലിംഗ് നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഈ പറയുന്ന ഓൾ ഇന്ത്യ കോട്ടയുടെ 15% കൂടാണ്ട് ഗവൺമെന്റ് സെക്ടറിലുള്ള പിന്നെ വേറെ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് ഓൾ ഇന്ത്യയിൽ കോട്ടയിൽ വരുന്നത് എന്നുള്ള കാര്യം നോക്കാം. ഇത് കൂടാണ്ടുള്ള സെൻട്രലൈസ്ഡ് യൂണിവേഴ്സിറ്റികൾ.
സെൻട്രലൈസ്ഡ് യൂണിവേഴ്സിറ്റികൾ, ദെൻ എന്താണ് എയിംസ്, ദെൻ അത് കൂടാണ്ട് എന്താണ് നാഷണൽ യൂണിവേഴ്സിറ്റീസ്. ഈ പറയുന്ന ഇത്രയും ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും സീറ്റ്സ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് MCCയുടെ അണ്ടറിലാണ് കൗൺസിലിംഗ് നടക്കുന്നത്. ഇപ്പൊ ഇന്ത്യയിലുള്ള എല്ലാ എയിംസിന്റെയും 100% സീറ്റ്സ് വരുന്നത് MCCയുടെ അണ്ടറിലാണ്. അത് കൂടാണ്ട് നമ്മുടെ സെൻട്രലൈസ്ഡ് യൂണിവേഴ്സിറ്റികൾ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, നമുക്ക് ജിപ്മറൊക്കെ പോലുള്ള സെൻട്രൽ ഗവൺമെന്റ് നേരിട്ട് നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവരുടെ എല്ലാവരുടെയും എന്ത് ചെയ്യുന്നുണ്ട് കൗൺസിലിംഗ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ MCC വഴിയാണ്. സോ എന്താണ് ഓൾ ഇന്ത്യ കോട്ടയിലെ 15% സീറ്റ്, ദെൻ അത് കൂടാണ്ട് സെൻട്രലൈസ്ഡ് യൂണിവേഴ്സിറ്റികൾ, എയിംസ്, ജിപ്മർ, അത് കൂടാണ്ടുള്ള നാഷണൽ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. അപ്പം ഇവരുടെയൊക്കെ അണ്ടറിലുള്ള സീറ്റ്സ് നമുക്ക് എന്താണ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, MCCക്ക് അതായത് ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ ഡീംഡ് യൂണിവേഴ്സിറ്റികളോ അല്ലെങ്കിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലോ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം വരെ ഡീംഡ് യൂണിവേഴ്സിറ്റികളിലോ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലോ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സ്റ്റുഡൻസ് 2 ലക്ഷം രൂപ 2 lakhs എന്ത് ചെയ്യണമായിരുന്നു, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് അടയ്ക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. 2 ലക്ഷം രൂപയാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് ഡീംഡ് യൂണിവേഴ്സിറ്റികളിലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലും അടയ്ക്കേണ്ടതായിട്ടുള്ളത്. സോ ഈ വർഷം വൺസ് കൗൺസിലിംഗിന്റെ ആപ്ലിക്കേഷൻ വരുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മുടെ ഒരു എന്താണ് ഓൾ ഇന്ത്യ കോട്ടയുടെ പിക്ചർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ സ്റ്റേറ്റ് കോട്ടയിലോട്ട് വരുന്ന സമയത്ത് ഓരോ സ്റ്റേറ്റിലെയും, ഇപ്പൊ കേരളമായാലും കർണാടകയോ തമിഴ്നാടോ ഏത് സ്റ്റേറ്റ് എടുത്താലും ഓരോ സ്റ്റേറ്റിലെയും കൗൺസിലിംഗ് അതോറിറ്റീസ് എന്താണ് ഡിഫറെന്റ് ആണ്. ഓരോ സ്റ്റേറ്റിലും കൗൺസിലിംഗ് നടത്തുന്നതും ഡിഫറെന്റ് ആയിട്ടാണ് കൗൺസിലിംഗ് നടക്കുന്നത്. ഇപ്പൊ നമ്മൾ കേരളത്തിന്റെ കേസ് എടുക്കുന്ന സമയത്ത് കേരളത്തില് എൻട്രൻസ് കമ്മീഷണർ ഓഫ് കേരള അല്ലെങ്കിൽ കീമാണ് എന്ത് ചെയ്യുന്നത്, CE കേരള എന്ന് പറയും അല്ലെ, CE കേരളയാണ് എന്ത് ചെയ്യുന്നത് നമുക്കിവിടെ കേരളത്തിൽ കൗൺസിലിംഗ് നടത്തുന്നത്. ഇനി നമ്മൾ കീമിന് കേരള എൻട്രൻസിന് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കണം. അതിപ്പോ നീറ്റിന്റെ അണ്ടറിൽ വരുന്ന കോഴ്സുകളായാലും കീമിന് ആപ്ലിക്കേഷൻ കൊടുക്കണം. അതിനുശേഷം എന്ത് ചെയ്യും, നമ്മൾ നമ്മുടെ നീറ്റിന്റെ മാർക്ക് നമ്മൾ നമ്മുടെ കീമിന്റെ പോർട്ടലിലോട്ട് എൻട്രി ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു കേരള റാങ്ക് ലഭിക്കും. ആ ഒരു കേരള റാങ്കിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത് കേരളത്തിലുള്ള കൗൺസിലിംഗ് നടക്കുന്നത്. ഇനി കേരളത്തിലുള്ള കൗൺസിലിംഗ് നമ്മൾ നോക്കുന്ന സമയത്ത് കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിലെ 85% സീറ്റ്, ബിക്കോസ് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനകത്തൊരു 15% സീറ്റ് എന്ത് ചെയ്തു ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് നമ്മൾ കൊടുത്തു. ദെൻ പിന്നെ വരുന്ന 85% സീറ്റും അത് കൂടാണ്ട് സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിലെ മുഴുവൻ സീറ്റും, ഈ ഒരു 85% സീറ്റ് എന്താണ് കൗൺസിലിംഗ് ചെയ്യുന്ന കീമാണ്. ദെൻ എന്താണ് അത് കൂടാണ്ടുള്ള എന്താണ് 100% സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ 100% സീറ്റും എന്താണ് ഇവിടുത്തെ ഗവൺമെന്റ് ആണ് കൗൺസിൽ ചെയ്യുന്നത്. ഈ ഒരു 100% സീറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 15% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് NRI കോട്ടയാണ്. ഓക്കെ, NRI കോട്ടയുടെ കേരളത്തിലെ ഫീസ് എന്ന് പറഞ്ഞാൽ ഇയർലി 20 ലക്ഷം രൂപയാണ് എന്ത് വരുന്നത്, ഇയർലി ഫീസ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ഇവിടുത്തെ ഓപ്പൺ കോട്ട സീറ്റ് അല്ലെങ്കിൽ എന്താണ് സ്റ്റേറ്റ് മെറിറ്റ് കോട്ടയിലോട്ട് പോകുന്ന സമയത്ത് ആവറേജ് എന്താണ് ഒരു 7.5 lakhs ആണ് പെർ ഇയർ എന്ത് ചെയ്യുന്നത് കേരളത്തിന്റെ ഫീസ് വരുന്നത്. ഓക്കെ, സോ ബാക്കിയുള്ള 85% സീറ്റിനും എന്താണ് ഈ ഒരു യുണീക് ഫീസ് ആണ്. കോളേജ് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത് ചെറിയ ചെറിയ സ്ലൈറ്റ് ആയിട്ടുള്ള ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, കേരളത്തിൽ അഡ്മിഷൻ നേടാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം, നിങ്ങൾ എൻട്രൻസ് കമ്മീഷൻ ഓഫ് കേരള വഴി നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്ത് നിങ്ങൾ കൗൺസിലിങ്ങിന് അപ്പിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ഇത് കൂടാണ്ട് നമുക്കിപ്പം എന്താണ് ഓപ്പൺലി നമുക്ക് എന്ത് ചെയ്യാം, ഓൾ ഇന്ത്യ കോട്ടയിലും അത് കൂടാണ്ട് കേരളയിലും നമുക്ക് എന്ത് ചെയ്യാം ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. ഇത് കൂടാണ്ട് നമുക്ക് എന്താണ് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ അതത് സ്റ്റേറ്റുകൾ നടത്തുന്ന കൗൺസിലിംഗില് ഓപ്പൺ കോട്ട സീറ്റിനകത്ത് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. അവിടെയുള്ള സ്റ്റേറ്റിന്റെ അണ്ടറിലുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല. അവിടെയുള്ള സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിലെ ഓപ്പൺ കോട്ട സീറ്റിൽ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് എന്ത് ചെയ്യാം കൗൺസിലിംഗിന് നമുക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കും. നമ്മളിപ്പോ തമിഴ്നാടിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ എന്ത് ചെയ്യുന്നത് TN ഹെൽത്ത് ആണ് തമിഴ്നാട്ടിൽ എന്ത് ചെയ്യുന്നത് കൗൺസിലിംഗ് ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, തമിഴ്നാട്ടിൽ അഡ്മിഷൻ നേടാനായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ TN ഹെൽത്തിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. ലാസ്റ്റ് ഇയറിന്റെ ഫീസ് വരുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് 13.5 ലക്ഷം രൂപയാണ് ലാസ്റ്റ് ഇയറിന്റെ ഫീസ് വരുന്നത്. ഇയർലി 13.5 ഫീസ് മാത്രം വരുന്നുണ്ട്. അത് കൂടാണ്ട് അവരുടെ ഹോസ്റ്റൽ ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആണ് വരുന്നത്. സോ അത് കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം തമിഴ്നാട്ടിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്ത് പഠിക്കാനായിട്ട് സാധിക്കും. ഇനി കർണാടകയിലാണെങ്കിൽ കർണാടകയിലെ കൗൺസിൽ നടത്തുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് കർണാടക എക്സാമിനേഷൻ അതോറിറ്റി എന്ന് പറയും, KEA ആണ്. കർണാടക എക്സാമിനേഷൻ അതോറിറ്റിയുടെ ഫീസ് വരുന്നത് അറൗണ്ട് ഒരു 10 ലക്ഷം രൂപയാണ് എന്ത് വരുന്നത് ഇയർലി ഫീസ് വരുന്നത്. ഓക്കെ, സോ എന്ത് ചെയ്യാം നിങ്ങൾക്ക് KEA അണ്ടറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അഡ്മിഷൻ നേടാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ ഒരു കൗൺസിലിംഗിൽ നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്തു, ആന്ധ്രാപ്രദേശ് AP കേസ് എടുക്കുകയാണെങ്കിൽ ആന്ധ്രാപ്രദേശിൽ അറൗണ്ട് 13.7 ആണ് പെർ ഇയർ ഫീസ് വരുന്നത്. 13,70,000 രൂപ എന്ത് ചെയ്യുന്നുണ്ട് പെർ ഇയർ ഫീസ് വരുന്നുണ്ട്.
ടോട്ടലായിട്ട് നമുക്ക് 19 മെഡിക്കൽ കോളേജുകൾ ഇന്ന് ആന്ധ്രാപ്രദേശിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ആന്ധ്ര അഡ്മിഷൻ എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്, എന്ത് ചെയ്യുക, ഈ ഒരു ഫീസ് കൊടുക്കാനായിട്ട് നിങ്ങൾ ബില്ലിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആന്ധ്രയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ എന്താണ് ബഡ്ജറ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശ് ഉണ്ട്, അത് കൂടാണ്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഹരിയാന, ഇതുപോലുള്ള സ്റ്റേറ്റുകളൊക്കെയാണ് കുറച്ച് ബഡ്ജറ്റീവ് ആയിട്ടുള്ളത്. ഉത്തർപ്രദേശിൽ ഏകദേശം 10 ലക്ഷം രൂപ മുതൽ 13 ലക്ഷം രൂപ വരെ ഫീസുള്ള കോളേജസ് ആണ് ഉള്ളത്. ഓരോ കോളേജസിന്റെ ഫീസ് എന്താണ്, ഡിഫറെന്റ് ആയിട്ടുള്ള ഫീസാണ്. ദെൻ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ, യു പിയിലുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ പോകുന്ന സമയത്ത് ഏകദേശം 18 ലക്ഷം രൂപയോളം യു പിയിൽ ഫീസ് വരുന്നുണ്ട്. അപ്പൊ ഏകദേശം എന്ത് ചെയ്യുക, ഒരു 11 ലക്ഷം രൂപ മുതൽ 11 ലാക്ക് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോളേജസ് എന്തുണ്ട് നമുക്ക് യു പിയിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇനി നമ്മൾ ഹരിയാനയിലോട്ട് വരുന്ന സമയത്താണെങ്കിൽ ഏകദേശം നമുക്ക് ഒരു 12 ലക്ഷം രൂപയാണ് ഹരിയാനയിലെ ഫീസ് വരുന്നത്. അപ്പൊ ഈ പറയുന്ന സ്റ്റേറ്റുകളിലൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ വേണമെങ്കിൽ അതത് സ്റ്റേറ്റുകൾക്ക് നിങ്ങൾ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ ഒരു സ്റ്റേറ്റിൽ നമുക്ക് അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കത്തുള്ളൂ. അത് കൂടാണ്ട് ഓരോ സ്റ്റേറ്റിലെയും കൗൺസിലിംഗ് മെത്തേഡ് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇപ്പൊ നമ്മൾ എന്താണ് കർണാടകയിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാനായിട്ട് പോകുകയാണെങ്കിൽ കർണാടക എക്സാമിനേഷൻ അതോറിറ്റിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കണം, അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ട്. ദെൻ എന്താണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഫിസിക്കലായിട്ടാണ് നടക്കുന്നത്, അത് കഴിഞ്ഞിട്ട് വെരിഫിക്കേഷൻ സ്ലിപ്പ് എടുക്കണം. അങ്ങനെ ഓരോ എന്താണ് സ്റ്റേറ്റിന്റെയും മെത്തേഡ്സ് ഡിഫറൻസ് ആണ്. നിങ്ങൾ യു പിയിൽ പോകുകയാണെങ്കിൽ സെയിം ആണ്, ഫിസിക്കൽ വെരിഫിക്കേഷൻ ഉണ്ട്, സ്റ്റുഡന്റ് നേരിട്ട് പോയി വെരിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള എന്തുണ്ട് പോളിസീസ് ഓരോ സ്റ്റേറ്റും വെച്ചിട്ടുണ്ട്. സോ നമ്മൾ ടോട്ടലി നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ ഒരു കൗൺസിലിംഗ് പാറ്റേൺ വരുന്നത്. സോ ഇനി വരുന്ന വീഡിയോസിൽ ഓരോ സ്റ്റേറ്റിന്റെയും സെപ്പറേറ്റ് ആയിട്ടുള്ള കൗൺസിലിംഗ് മെത്തേഡ്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. ഓരോ സ്റ്റേറ്റിന്റെയും ഫീസുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ അത്തരത്തിലുള്ള വീഡിയോസ് വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി മറക്കാണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കുകയും ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നല്ലൊരു അടിപൊളി ടോപ്പിക്കുമായി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.